ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു മുട്ടക്കറി ആയിട്ടോ ഉണ്ടാക്കണേ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് ഓർത്തു. 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ആണെങ്കിൽ അത്ര നല്ല, പിന്നെ അത്രയൊക്കെ ഉരുക്കിക്കൊണ്ടിരിക്കാൻ ആരെക്കൊണ്ടിരും പറ്റുമോ. അപ്പോൾ അതേ 3 സവാള ഞാൻ നന്നായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്തു. അപ്പോൾ ഇത് കുക്കറിൽ എളുപ്പത്തിലാട്ടെ മുട്ടക്കറി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ മുട്ടക്കറി വെച്ചാൽ ഇങ്ങനെ വഴറ്റിയെടുത്ത് നല്ല സമയം വേണമല്ലോ, എന്നാലല്ലേ ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. പിന്നെ അതിലോട്ട് ഇതേ സവാള അരിഞ്ഞത് ഇടുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ സവാള ഒത്തിരി ആയിട്ട് തോന്നില്ല. 3 സവാള അരിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് സവാളയൊക്കെ അതിലോട്ട് ഇട്ടിട്ട് സവാള ഇട്ട് അപ്പം തന്നെ ഉപ്പിടരുത്. അങ്ങനെ ഉപ്പിടുമ്പോൾ വെള്ളം ഇറങ്ങി വരുള്ളൂ. ഈ സവാള അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു അര മിനിറ്റോളം ഇങ്ങനെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷമാണ് അതിലേക്ക് ഉപ്പിടാവുള്ളൂ. അപ്പോഴേ അത് പെട്ടെന്ന് വഴണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ സവാള ഇട്ട് അപ്പം തന്നെ ഉപ്പിട്ട് പെട്ടെന്നൊന്നും വഴണ്ടി കിട്ടില്ല, വെള്ളം ഇറങ്ങി വരുള്ളൂ. നമ്മൾ ഏത് സാധനത്തിനും ഉപ്പിട്ട് വെച്ചാൽ വെള്ളം ഇറങ്ങിയല്ലേ വരുള്ളൂ, അതുപോലെ തന്നെ. അപ്പോൾ അത് അതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് വഴണ്ട ശേഷം ഉപ്പിട്ടു. പിന്നെ അതേ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്ര അരിഞ്ഞിട്ടിട്ട് ഇപ്പം ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ ഫിഷ് മസാല ആട്ടോ ഇടുന്നത്. മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ് ഫിഷ് മസാലയായിട്ട് മേടിക്കുമ്പോൾ. അപ്പോൾ ഫിഷ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷ് മസാല ഒരു സ്പൂണ്. പിന്നെ ഇതിപ്പോൾ മുളക് പൊടിയാണ്, 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഫിഷ് മസാല ഇട്ടു. ഇത്രയും സാധനം ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒരു മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും വാടിയിട്ടൊന്നുമില്ല, അത് സവാളയും എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലോട്ട് തിളപ്പിച്ച വെള്ളമാട്ടോ 1 ഗ്ലാസ് ഒഴിക്കണത്. കുക്കറിൽ ഞാനിപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന മുട്ടക്കറി ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ശരിക്കും ഇങ്ങനെ തന്നെ ഇളക്കിയിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ, പക്ഷെ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അടി പിടിക്കും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലല്ല നമുക്കതിൽ പാകത്തിനുള്ളൊരു ഗ്രേവിയും ഒരു കുഴകുഴാന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇപ്പം ഞാൻ അതിലേക്ക് മുട്ടക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. അത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു. ഒറ്റ വിസിൽ കഴിയുമ്പോഴത്തേക്കും നല്ല പാകത്തിനുള്ള ഗ്രേവിയായിട്ട്, നല്ല അടിപൊളി മുട്ടക്കറിയുടെ ഗ്രേവിയായിട്ട് വരും. പിന്നെ നമുക്ക് അതിലോട്ട് മുട്ടക്കറി ഒരു ബാലൻസ് ചെയ്യാനും നല്ല ടേസ്റ്റ് കൂട്ടാനും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റും ആ ഉപ്പും എല്ലാം ബാലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതേ മുട്ടക്കറി നമുക്കിവിടെ റെഡിയായി. ഇനി മുട്ട ഞാൻ പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോ ഒക്കെ ഒഴിക്കാട്ടെ. ഇതൊന്നും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാലോ പിന്നെ നമ്മൾ അരിപ്പൊടി ഒക്കെ കലക്കി ഒഴിക്കുമല്ലോ, കോൺഫ്ലവർ, അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതേ മുട്ട പുഴുങ്ങി വരഞ്ഞ് വെച്ചത് അതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മൾ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതേ നല്ല നീർദോശയാണ് ഇന്നിതിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇവിടെ മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കണേ കേട്ടോ. എളുപ്പമല്ലോ. ഒരു തവി ഒഴിച്ചു ഒന്ന് ചിറ്റിച്ചെടുത്തു. അപ്പം നല്ല അടിപൊളി നീർദോശയും റെഡി. അപ്പോൾ ഇന്നതേ കണ്ട് നല്ല നൈസായിട്ടുള്ള നീർദോശ കേട്ടോ. നീർദോശ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം കഴിക്കാൻ. നല്ല കട്ടൻ ചായ, നീർദോശ, മുട്ട റോസ്റ്റ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.